നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു, ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ആണ്. പ്രവീണിന്റെ കഥ പറയുകയാണെങ്കിൽ, പ്രവീൺ ഒരു മേജർ റോഡ് അപകടത്തിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഇവിടെ എത്തുമ്പോഴേ ആൾക്ക് പാതി ബോധം ഉണ്ടായിരുന്നുള്ളൂ. സ്കാൻ എടുത്തപ്പോഴത്തേക്കും തലച്ചോറിൽ വളരെയധികം രക്തസ്രാവവും ചതവും ഉണ്ടായിരുന്നു. തലച്ചോറിലെ പരിക്ക് കൂടാതെ അനവധി പരിക്കുകൾ ആൾക്കുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ആളെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉടനടി തന്നെ ആളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരു എമർജൻസി സർജറി ചെയ്ത് ആളുടെ തലയോട്ടിയുടെ ഒരു പകുതി നമ്മൾ നീക്കം ചെയ്തു. അതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന ക്ലോട്ടുകളും തലച്ചോറിലുണ്ടായിരുന്ന ചതവുകളും എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. അവിടുത്തെ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇതിനുശേഷം ആള് ഏകദേശം ഒരു 2-3 ആഴ്ചയോളം ICUലായിരുന്നു. ആളുടെ തൊണ്ടയിൽ ഒരു ട്യൂബ് ഇട്ട്, ട്രക്യോസ്റ്റമി എന്ന് പറയുന്ന ഒരു സർജറി ചെയ്ത് തൊണ്ടയിൽ ഒരു ട്യൂബ് ഇട്ട് ആളെ വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി. തുടർന്ന് ആള് തലച്ചോറിലെ നീരൊക്കെ കുറഞ്ഞ് ഭേദമായപ്പോഴത്തേക്ക് നമ്മൾ തൊണ്ടയിലെ ട്യൂബ് ആദ്യം മാറ്റി. ആള് സംസാരിച്ചു തുടങ്ങി. ആളെ പതുക്കെ നമ്മൾ നടത്തിച്ചു. അതിനുശേഷം ആളുടെ തലച്ചോറിലെ നീര് നല്ലപോലെ വറ്റിയപ്പോഴത്തേക്കും ആ തലയോട്ടി നമ്മൾ വയറിലൊരു അറ ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ അറയിൽ നിന്ന് തലയോട്ടി പുറത്തെടുത്ത് നമ്മൾ തിരിച്ച് ഘടിപ്പിക്കുകയാണ് ചെയ്തത്, ടൈറ്റേനിയത്തിന്റെ ചെറിയ പ്ലേറ്റും സ്ക്രൂവും വെച്ച്. അപ്പോൾ ആളിപ്പോൾ പഴയ ജീവിതത്തിലേക്ക് മെല്ലെ ചുവടുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആളുടെ കുടുംബത്തിന്റെയും സന്തോഷം കാണുന്നതിൽ അതിയായ സന്തോഷം നമുക്കുണ്ട്. വിഷമിച്ച് ഹോസ്പിറ്റലിലേക്ക് കാലുവെച്ച പ്രവീണിന്റെ അച്ഛന്റെ മുഖത്ത് ഇന്ന് കാണുന്ന പുഞ്ചിരി, അതാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം. പ്രവീണിനെ പോലെ ഒട്ടനവധി ആക്സിഡന്റ് കേസുകൾ ആയിട്ട് വരുന്ന രോഗികൾക്ക് സാന്ത്വനം പകരാനും അവരുടെ ജീവൻ നിലനിർത്താനും എന്നും നിങ്ങളോടൊപ്പം നമ്മളുണ്ടാവും. നമസ്കാരം, ഞാൻ വൈദ്യകുട്ടി, ലോട്ടസ് കോട്ടയിൽ താമസിക്കുന്നു. ഞാൻ തേവലപ്പുറത്ത് കുടുംബാംഗമാണ്. എൻ്റെ മകൻ ഫെബ്രുവരി 14-ാം തീയതി ഒരു വലിയ ആക്സിഡന്റിൽപ്പെടുകയും ലൈഫ് ലൈൻ ആശുപത്രിയിൽ കൊണ്ടുവരികയും അവന്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടുമില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലായിരുന്നു. എന്നാൽ തന്നെയും വിഷ്ണു സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം പുള്ളിക്കാരന് വേണ്ടി എല്ലാ മെഡിക്കൽ സഹായങ്ങളും ട്രീറ്റ്മെന്റും നടത്തി പുള്ളിക്കാരനെ ഇപ്പോൾ ഏകദേശം നടക്കത്തക്കായി സീരിയലാക്കി തരികയും ബാക്കിയുള്ള കാര്യങ്ങൾ തീർക്കാനുള്ള സംഗതികൾ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിഷ്ണു സാറിനെ ഞാൻ ദൈവത്തെ പോലെ കണക്ക് കൂട്ടിക്കൊള്ളുകയാണ് ഇത് സംസാരിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റേഴ്സാവട്ടെ, ഇവിടുത്തെ സ്വീപ്പറാകട്ടെ, എല്ലാവരും നല്ല വൃത്തിയായിട്ട് എന്നോട് സഹകരിക്കുകയും എനിക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്തു തരികയും ചെയ്തതിനാൽ എൻ്റെ മകന് ഇന്ന് ജീവിതം തിരിച്ചു കിട്ടിയ മാതിരിയാണ്.